ഹലോ, ഇന്നൊരു കല്ലുമ്മക്കായി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരക്കപ്പ് വിനാഗിരിയിൽ ഒന്ന് കുതിർത്ത് വെക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചാൽ മതിയാവും. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള കല്ലുമ്മക്കായിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈത്തപ്പഴം വിനാഗിരി അടക്കം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായി ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഉണങ്ങിപ്പോവുകയും ചെയ്യരുത്, സോഫ്റ്റ് ആയിട്ടും ഇരിക്കരുത്. കുറച്ചധികം ഒരു മീഡിയത്തിൽ വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ ചെയ്തു വെക്കുന്നതാണെങ്കിൽ ഒരു 2-3 ബാച്ചായിട്ട് ഇതുപോലെ പൊരിച്ചെടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇത് എണ്ണേൻ്റെ അകത്തുനിന്ന് കോരി മാറ്റാം. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള ഓയിലിൻ്റെ ബാക്കി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് നുറുക്കിയിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിനെക്കാട്ടിലും വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളിൻ്റെ എല്ലാം കളറെല്ലാം മാറി ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പില കഴുകിയതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായം പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയാണുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നതായതുകൊണ്ട് പൊടികളെ പച്ചക്കുത്തല്ല ഇങ്ങനെ വഴറ്റുമ്പോൾ തന്നെ മാറിക്കിട്ടും. ഫ്ലെയിം ഓണിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് അച്ചാർ കുറച്ച് ലൂസായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടി കട്ടിയാവും. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ വിനാഗിരി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ചേർക്കേണ്ടി വരില്ല. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയ പാടെ തന്നെ ഉപയോഗിക്കാണ്ട് ഒരു 2 ദിവസമെല്ലാം കഴിഞ്ഞതിന് ശേഷം എടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏതച്ചാറായാലും അങ്ങനെ തന്നെയാണ്. ഒരു 2 ദിവസമെല്ലാം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. 2 ദിവസം കഴിയുമ്പോഴേക്കും വിനാഗിരിൻ്റെ എല്ലാം ചെറിയ കുത്തലെല്ലാം ഒന്ന് മാറി കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്